ഒറ്റ രാത്രി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമുണ്ടായ ദിവസം. ഉറങ്ങാൻ കിടന്നവർക്ക് മുകളിലൂടെ മരണം കുതിച്ചെത്തിയ ദിവസം. നിമിഷനേരം കൊണ്ട് മുണ്ടക്കൈ എന്ന പ്രദേശം തന്നെ ഇല്ലാതായ ദിവസം. എന്നാൽ മുണ്ടക്കൈ ഇങ്ങനെ മരണക്കളമാകുന്നത് ആദ്യമല്ല. അന്നും ഒരു ജൂലൈ ആയിരുന്നു. അതിതീവ്ര മഴയും സോയിൽ പൈപ്പിങ്ങും കാരണം ഉരുൾപൊട്ടി. 1984 ജൂലൈ 1 ഉച്ചയ്ക്ക് 2:30 മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത്. എന്നാൽ ജൂലൈ 2 സംഭവം പുറം ലോകമറിഞ്ഞത്. ആ ദുരന്തത്തിൽ 18 ജീവനുകളാണ് പൊലിഞ്ഞത്. 80 വീടുകൾ തകർന്നു. മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തിയപ്പോൾ കരിമറ്റം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിച്ചിരുന്ന 3 പേരും സമീപത്ത് കുടിലിൽ താമസിച്ചിരുന്ന 3 കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ പോയി. മുണ്ടക്കൈയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വയനാട്ടുകാർക്ക് ആദ്യം ഓർമ്മ വരിക, ഞാനൊരു വയനാട്ടുകാരനും കൂടിയാണ്, ആദ്യം ഓർമ്മ ഒരു 1984 മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലാണ്. അതാണ് ശരിക്കും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൻ്റെ സ്പോട്ടിലാണ്. കുറച്ചുകൂടെ മുകളിലായിരുന്നു. അതൊരു എസ്റ്റേറ്റിലെ ഒരു എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളുടെ 2 പാടിയായിരുന്നു. അന്ന് സംഭവിച്ചത്, അന്ന് അവിടുന്ന് മുഴുവനും എടുത്തിട്ടില്ല. 2-3 ആളുകളെ കിട്ടാൻ, 6 ആളുകൾ വരെ എന്ന് പറയുന്നത്, ഏതായാലും 3 ആളുകളെ അവിടെ കൃത്യമായിട്ട് ആളുകൾക്ക് ഓർമ്മയുണ്ട്. ഇത് കിട്ടാൻ ബാക്കിയുള്ള സമയത്ത് തന്നെ അത് ഉപേക്ഷിച്ച് പോവുക. അവസാന ദൗത്യം നിർത്തി. കാരണം തിരഞ്ഞാക്കിട്ടില്ല എന്നുള്ള ഘട്ടം. കുടിലുകളിൽ 15 പേരുണ്ടായിരുന്നതായാണ് കണക്ക്. എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുക്കാൻ പോലുമായില്ല. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രം കിട്ടി. അന്നും ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. 50 അടി വരെ ഉയരത്തിലാണ് മണ്ണും ചെളിയും മരങ്ങളും അന്ന് അടിഞ്ഞിരുന്നത്. ഫയർഫോഴ്സും ഫോറസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ മണ്ണുമാറ്റി മൃതദേഹം കണ്ടെത്തുകയെന്നത് ദുഷ്കരമായതിനാൽ തിരച്ചിൽ നിർത്തുകയായിരുന്നു. മണ്ണിടിഞ്ഞും റോഡ് തകർന്നും യാത്രാ സൗകര്യങ്ങളില്ലാതെ അന്നും രക്ഷാപ്രവർത്തനം ഏറെ ക്ലേശകരമായിരുന്നു. കാണാതായവരുടെ കൃത്യമായ കണക്ക് ഇന്നും അധികൃതരുടെ കൈവശമില്ല. അക്കാലത്ത് ഗോത്രവിഭാഗക്കാരാണ് പ്രദേശത്ത് കൂടുതലായി താമസിച്ചിരുന്നത്. മരിച്ചവരിൽ 11 പേരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അന്ന് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിലൊന്നായി അത് മാറി. പിന്നീട് പലപ്പോഴും ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. കരിമറ്റം എസ്റ്റേറ്റ് ബംഗ്ലാവിനൊപ്പം ഒലിച്ചുപോയ ഷാജിയുടെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ മരച്ചില്ലയിൽ കുടുങ്ങിക്കിടന്ന കാൽപാദങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് ഷാജിയുടെ അമ്മ അന്നക്കുട്ടി വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ചിത്രം പിറ്റേ ദിവസം പത്രങ്ങളിൽ അടിച്ചു വന്നു. അന്ന് വന്നത് അടുത്ത ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ഫോട്ടോ മാതൃഭൂമി പത്രത്തിൽ വന്നത്, അന്ന് ഈ ദൗത്യം നിർത്തുന്ന ദിവസം, നിർത്തുകയാണെങ്കിൽ തെരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ദിവസം പോലീസുകാർ ഒരു DYSPയുടെ ജീപ്പിലേക്ക് ഇതിൽ ചത്ത ഒരു പന്നിയുടെ ശവം കഴുകി വൃത്തിയാക്കി ഇതാക്കിയിട്ട് ഫോട്ടോ എടുക്കുക. ആ സംഭവം ഓർമ്മയുണ്ടല്ലോ, ഒരു ഫോട്ടോ അങ്ങനെ ഇത് കിട്ടിയാക്കി പോലീസ് ജീപ്പിലേക്ക് ഈ പന്നിയുടെ ശവം എടുത്തിടുന്ന ചിത്രം ഫോട്ടോ എടുത്തിട്ട് അന്ന് K. ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസിദ്ധ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ അന്ന് മാതൃഭൂമിയിൽ ആ വാർത്ത കൊടുത്തിട്ട് ഉണ്ടായ ബോഗിലുകളും സംഗതികളൊക്കെ. 4 വർഷം മുമ്പ് 2020 ഓഗസ്റ്റ് 8 മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. 2 വീടുകൾ തകർന്നു. അന്ന് സമീപവാസികളെ നേരത്തെ ഒഴിപ്പിച്ചതിനാൽ ജീവഹാനി ഉണ്ടായില്ല. വനത്തിൽ ഉരുൾപൊട്ടി റാണിമലയിലൂടെ ഒലിച്ചു വന്ന കല്ലുകളും മരങ്ങളും പുഴയിലെത്തുകയായിരുന്നു. മരങ്ങൾ ഒഴുക്കിന് തടസ്സമായതോടെ പുഴ ഗതി മാറി ഒഴുകിയാണ് നാശനഷ്ടമുണ്ടാക്കിയത്. വയനാട്ടിൽ ചെറുതും വലുതുമായ ധാരാളം ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്. പലതും പുറം ലോകം അറിയുന്നില്ലെന്ന് മാത്രം. 1992 നാടിനെ നടുക്കിയ മറ്റൊരു മഹാദുരന്തം വയനാട്ടിലുണ്ടാകുന്നത്. പടിഞ്ഞാറത്തറ കാപ്പിക്കുന്നിൽ നടന്ന ഉരുൾപൊട്ടലിൽ 2 കുടുംബങ്ങളിലായി 11 പേരെയാണ് ഉരുൾ വിഴുങ്ങിയത്. കുടുംബത്തിൽ അവശേഷിച്ച 10 വയസ്സുകാരിയെ പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. 2018 കുറിച്ചിമലയിലുണ്ടായ വലിയ ദുരന്തം ജനവാസ മേഖല അല്ലാത്തതിനാൽ ജീവഹാനി ഉണ്ടാക്കിയില്ല. 2019 ഓഗസ്റ്റ് 8 വയനാടിനെ പിടിച്ചുലച്ച് പുത്തുമലയിലേക്ക് ദുരന്തം പെയ്തിറങ്ങുന്നത്. മലവെള്ളം കുത്തിയൊഴുകിയെത്തിയപ്പോൾ ഉറക്കത്തിൽ ജീവൻ നഷ്ടമായത് 17 പേർക്കാണ്. പുത്തുമലയിലെ 57 വീടുകൾ പൂർണ്ണമായി മണ്ണെടുത്തു. ഒഴുകിയെത്തിയ ഉരുളിൽ ഒലിച്ചുപോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് 5 വർഷം തികയാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് വയനാട്ടിലെ ചൂരൽമലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നത്. രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 6ാം സ്ഥാനത്താണ്. ISRO പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിൽ. ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുള്ള മരണനിരക്ക് കേരളത്തിൽ കൂടുതലാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും മരണനിരക്ക് കുറവാണ്. മുണ്ടക്കൈ പലതും പിന്നെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്.